വേനലിന്റെ ചൂട് കാരണം തീ പൊളയുന്ന ഒരു ഗ്രാമം. മുകളിൽ നിന്ന് മേഘങ്ങളുടെ രാജകുമാരി ആ ഒരു ഗ്രാമത്തെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ആകാശം പോലും ചുവന്നു തുടങ്ങി. വേഗമുണ്ണി, ഈ ഗ്രാമം പൊള്ളിത്തീലി പോലെ ഉണങ്ങുകയാണ്. എന്തെങ്കിലും ഒന്ന് ചെയ്യണം. വൈരാഗ്യമല്ല സുഹൃത്തെ, നമുക്ക് പ്രതീക്ഷ നൽകാം. ആ ഗ്രാമം പച്ചപ്പൊന്നുമില്ലാതെ മരുഭൂമി പോലെയായി. മരങ്ങൾ ഉണങ്ങി, കിണറ്റുകൾ വറ്റി, കുട്ടികളൊന്നും ചിരിയില്ലാതെ ഇരിക്കുന്നു. അവിടെ ഒറ്റയ്ക്ക് നിന്നിരുന്ന ഒരു കുഞ്ഞ് നിരൂപകൻ. അവന്റെ കണ്ണുകൾ ആകാശത്തേക്ക് പ്രതീക്ഷ കൊണ്ടും നിരാശ കൊണ്ടും നിറഞ്ഞു. അമ്മേ, മഴ മാത്രം ലഭിച്ചാൽ ഞങ്ങൾ തീരട്ടെ. രാജകുമാരി താരേക്ക് നോക്കി, ഹൃദയം നുരുങ്ങി. ഞങ്ങൾ വന്നത് ഇത്തരത്തൊരു കാലാവസ്ഥയ്ക്ക് പരിഹാരമായുമാണ്. അവൾ കയ്യിൽ നിന്നുള്ള പേളുകൊണ്ടുള്ള വണ്ടിയിൽ നിന്ന് ഇറങ്ങി. ആ പേളുകൊണ്ടുള്ള വണ്ടി കൊണ്ട് അവൾ ആഘോഷത്തോട് പറഞ്ഞു, മേഘങ്ങളെ പിറകോട്ട് വരൂ, വാത്സ്യത്തിന്റെയും നീരിന്റെയും വേനൽക്കാലം എത്തട്ടെ. ആകാശം പതിയെ ചലിച്ചു. മേഘങ്ങൾ മഴ വർഷിച്ചു തുടങ്ങി. ആദ്യ മഴത്തുള്ളി ചൂടായ മണ്ണിൽ തട്ടി മണവും ശബ്ദവുമെല്ലാം പകർന്നു. മഴയുടെ കിരണം മനസ്സിൽ വിശ്വാസം വിതറി തുടങ്ങി. അവളുടെ കണ്ണു അവൻ ആകാശത്തേക്ക് നോക്കി നോക്കി പറഞ്ഞു, നന്ദി നന്ദി രാജകുമാരി. വെറും മിനിറ്റുകൾക്കകം തന്നെ കാടുകൾ പച്ചയായി, കിണറ്റുകൾ നിറയാൻ ആരംഭിച്ചു. കുട്ടികൾ ഓടിച്ചിരിച്ചു. പക്ഷികൾ വീണ്ടും പാട്ടുപാടി തുടങ്ങി. പക്ഷി രാജകുമാരിയുടെയും ഉണ്ണിയുടെയും ദൂരത്തേക്ക് തിരിഞ്ഞു. ഞങ്ങൾ വീണ്ടും വരും, നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ.